കൊട്ടയ്ക്ക് രാജാസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. പ്രേമം, സ്നേഹം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ തെറ്റാവും. നമ്മളെ നോട്ട്ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അപ്പൊ അങ്ങനത്തെ രണ്ടുപേരും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. പറയൂ. എനിക്ക് വേല അടിപൊളി. നല്ല രസമുണ്ടല്ലോ അല്ലേ? ആ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്. ചിരിയും കൂക്കിവിളികളും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 1-2 പേര് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയ സമയത്ത് മറക്കാൻ പറ്റാത്തൊരു സ്റ്റുഡന്റ് ഇപ്പോഴും ഞാൻ അവനെ ഓർക്കണം. കാരണം അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയെ പിന്നെ ഞാൻ എൻ്റെ 32 വർഷത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര വായിച്ചാലും തീരാത്ത Hello everyone, welcome to another episode of Dr. Nora Talks. ഞാൻ ഡോക്ടർ നോറയാണ്. I personally believe in the statement, teacher can make a child or break a child എന്ന്. അതായത് ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ വളർത്താൻ മാത്രമല്ല തളർത്താനുള്ള കഴിവും കൂടിയുണ്ട്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അവർക്കൊരു സൂപ്പർ പവർ ഉണ്ട്. അവർ പറയുന്നത് എന്തും കുട്ടികൾ അങ്ങ് വിശ്വസിക്കും. ആ ഒരു പവറിന് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെങ്കിലും ദേഷ്യമോ ഫ്രസ്ട്രേഷനിലോ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ അതും ആ കുട്ടി ഉൾക്കൊള്ളും എന്നുള്ളത്. ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ ടീച്ചേഴ്സിനോട് എനിക്ക് പ്രശ്നമുണ്ടെന്നൊന്നും അല്ല കേട്ടോ. എനിക്ക് തന്നെ ഒരു ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷന് കിട്ടുന്ന റെസ്പെക്റ്റ് പോലെ എനിക്ക് തോന്നുന്നത് വേറെ ഒരു പ്രൊഫഷനും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കുന്ന ഒരു ദൈവത്തിന് തുല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്. എന്നാൽ ഒരു റോഡിൽ വന്നിട്ട് ഒരു പേഷ്യൻ്റ് വന്ന് ഡോക്ടറെ എന്ന് ഓടി വന്ന് വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന അവർ ഓടി വന്ന് ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ എന്നായിരിക്കും. അപ്പം ആ ഒരു റെസ്പെക്റ്റ് ഞാൻ എന്നും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഞാൻ ഈ എപ്പിസോഡിൽ വിളിച്ചേക്കുന്നത് ഒരു ടീച്ചറിനെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് കോട്ടയ്ക്കൽ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബിലവഡ് ടീച്ചറാണ് മിസ്സസ് ജ്യോതി CT. ഹലോ ജ്യോതി ടീച്ചർ, വെൽക്കം ടു ദി ഷോ. ടീച്ചർ തന്നെ ടീച്ചറിനെ കുറിച്ചൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് തരുമോ? ഞാൻ ജ്യോതി ടീച്ചർ, പക്ഷെ ഇപ്പം സർവീസിലില്ല കേട്ടോ. പക്ഷെ ഒരു ടീച്ചർ എന്നും ടീച്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയെ ഞാൻ വളരെയധികം വിലമതിക്കുന്നുണ്ട്. മറ്റേത് പ്രൊഫഷണേക്കാൾ അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയാണ് സത്യത്തിലെ അധ്യാപിക, ടീച്ചർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ എങ്ങനെ പോയാലും ഒരു ടീച്ചർ എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തുടക്കത്തിലോട്ട് തന്നെ പോകണം. ചെറുപ്പം തൊട്ടേ ടീച്ചർ ആകണം എന്നായിരുന്നു? അങ്ങനെ ചോദിച്ചാലല്ല. ഓക്കെ. ടീച്ചർ ആവാന്നുള്ളൊരു തോന്നല് എൻ്റെ സ്വപ്നത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമതൊന്ന് നമ്മൾ അങ്ങനെ സ്വപ്നം കാണൽ എന്നൊന്നുമുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അന്നത്തെ ജീവിതം. എൻ്റെ ചുറ്റുപാട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ ശരിക്കും പാരൻസ് എന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ അതിലോട്ട് മാറുക എന്നുള്ളതായിരുന്നു. മലപ്പുറം ഗവൺമെൻറ് കോളേജിലായിരുന്നു എനിക്ക് എക്കണോമിക്സ് പഠിക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എക്കണോമിക്സ് എടുക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സിനോട് അത്ര താല്പര്യം തോന്നിയില്ല. ചെറിയൊരു വായനയൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് മലയാളം ഡിഗ്രിയിൽ പോകണമെന്ന് എനിക്കൊരു മോഹം തോന്നി. പക്ഷെ അത് നമുക്ക് അച്ഛനോട് അങ്ങോട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാലും പേടിച്ച് പറഞ്ഞു അങ്ങനെ മലയാളത്തിനോട് താല്പര്യം എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു അതായിക്കോട്ടെ, കുഴപ്പമില്ല. അടിപൊളി. അങ്ങനെയാണ് ഞാൻ മലയാളം ഡിഗ്രിക്ക് അവിടെ ചേർന്നു. മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ചേർന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ B.Ed കിട്ടി. B.Ed ഒറ്റപ്പാലത്ത് പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ B.Ed കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ PSC വിളിച്ചു. എൻ്റെ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒതുക്കങ്ങളിലേക്ക് പോയി. ഒതുക്കങ്ങൾ സ്കൂളിൽ 16 വർഷം. പിന്നെ അവിടെ നിന്ന് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാജാസിലേക്ക് വന്നത്. അവിടെ ഞാൻ പഠിച്ച സ്കൂളാണ്. അവസാനം അവിടെ 12 വർഷം പഠിപ്പിച്ചു. അവസാനം അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്തു. നമ്മൾ ഈ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് അതായിരുന്നില്ലല്ലോ നമ്മുടെ ചെറുപ്പത്തിലെ സ്വപ്നം.
ചെറുപ്പത്തിലെ സ്വപ്നം എന്തായിരുന്നു? അങ്ങനെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നമൊന്നുമായിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു സിംഗർ അല്ലേ, ആ ഒരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയിരുന്നു. അപ്പൊ പിന്നെ ഈ ടീച്ചിങ് എത്തിയിട്ട് നമുക്ക് ഈ ഒരു സിംഗിങ് ആ പരിപാടി വിടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? സ്കൂളിൽ ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ പാടുമായിരുന്നു? സ്കൂളിൽ അവസരങ്ങൾ വരുമ്പോൾ പാടും. പിന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കവിതകളും ഇടയ്ക്ക് ഗാനങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ വരാറുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കവിതകൾക്കൊക്കെ നമ്മൾ ഈണം കൊടുത്തിട്ട് പാടും. അതുപോലെ ഞങ്ങൾക്ക് അധ്യാപകർക്ക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്, മീറ്റിംഗ് ക്ലസ്റ്റർ. പിന്നെ ഒരുമിച്ച് അധ്യാപകർ ഇരുന്നിട്ട് 2-3 ദിവസത്തെ കോഴ്സ് വരാറുണ്ട്. ആ സമയത്ത് കവിതകളും ഒക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്താണ് ഏൽപ്പിച്ചിരുന്നത്. ട്യൂൺ ചെയ്ത് പാടുക. പിന്നെ അപ്പൊ അവിടെ പിന്നെ പാട്ട് പാടേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പാട്ടുമായിട്ടുള്ള കണക്ഷൻ വിടാതിരിക്കാൻ എനിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ പിന്നെ ആ ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നത് അച്ഛൻ്റെ ആ തീരുമാനമായിരുന്നു. അച്ഛൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടിയാണ് ഞാൻ ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് വരാന്നുണ്ടായിരുന്നത്. അപ്പൊ അച്ഛനടുത്ത തീരുമാനമാണ് B.Ed പോവാന്നുള്ളതും. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഏത് പോയിന്റ് ആയിരുന്നു ഈ ഒരു കരിയറിൽ നമ്മളിപ്പോ പറയില്ലേ, ഓഫ് എനിക്ക് വേറെ ഒരു പ്രൊഫഷനും പറ്റൂല, ഐ വാസ് ബോൺ ടു ഡു ദിസ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ടീച്ചറായിട്ട്? അതെന്തായിരുന്നു? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരുന്നു? അത് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ആണോ ആ കാഴ്ച ഉണ്ടാക്കിയത്? പറയാമോ? ശരിക്കും നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കുട്ടികളെയും അറിയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ദോഷം എന്താ വെച്ചാൽ, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ആ കാലഘട്ടങ്ങളിലൊക്കെ ക്ലാസ് റൂമിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 60-65 പേരായിരുന്നു. അപ്പൊ നമുക്ക് ഈ കുട്ടികളെ പിന്നെ എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുള്ള കുട്ടികളൊക്കെയാണ് എത്രയും നമ്മളുടെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടും. എന്തെങ്കിലും കുസൃതി കാണിക്കും, പിന്നെ അതല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കും. ഒരു ടീച്ചറെ അളക്കുക ചെയ്യുക കുട്ടികൾ ശരിക്കും. നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത്, അപ്പം ഞാൻ ആദ്യം PKMM വർക്ക് ചെയ്യുന്ന കാലത്തൊക്കെ ഞാൻ ഒരു 23 വയസ്സൊക്കെയാണ് പ്രായം. അപ്പോൾ കുട്ടികൾ ശരിക്കും നമ്മൾ പരീക്ഷിക്കും, ഈ ടീച്ചറുടെ മുന്നിൽ കളിക്കാൻ പറ്റുമോ. അപ്പം നമ്മൾ സ്റ്റേണായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ് നമ്മളൊരു പിടിവള്ളി എന്ന് പറയുന്നത്. ശരിക്കും ചോറുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളെ ബഹുമാനിക്കുകയും വേണം, അതേസമയം അവരുടെ സ്നേഹം നമുക്ക് കിട്ടുക വേണം. ആ രീതിയിൽ ഞാനൊരു പരിധി വരെ വിജയിച്ചു എന്നാണ് അവസാന കാലം വരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ടീച്ചർ ഒന്ന് കേറിയാൽ തന്നെ ഒരു സൈലൻസ് വരിക. പിന്നെ എന്താ, എല്ലാവർക്കും അറിയാവുന്ന അതേ ട്യൂണിലല്ലേ, ഗുഡ് മോർണിംഗ് ടീച്ചർ. അത് മിസ് ചെയ്യുന്നുണ്ടോ എപ്പോഴും റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ? തീർച്ചയായിട്ടും അല്ലേ, ആ ഒരു ഈണത്തിലുള്ള അല്ലേ. പക്ഷെ അതെങ്ങനെയാന്ന് അറിയില്ല അല്ലെ, ആരോ ഒരു മ്യൂസിക് ഇട്ടതുപോലെ എല്ലാരും കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പാടുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പ് നമ്മളിങ്ങനെ ചോദിക്കണമല്ലോ, പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് സ്കൂൾ ക്ലാസ്സിലാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ബിഫോർ മാരേജ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രേമം, സ്നേഹം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാത്ത ആരും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ചോദിക്കണമല്ലോ. പ്രേമം എന്ന് പറഞ്ഞാൽ, പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വികാരങ്ങളിൽ ഒന്നാണ് സത്യത്തിൽ. അത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാവും. പക്ഷെ അന്നൊക്കെ നമുക്ക് പേടിയായിരുന്നു പ്രണയിക്കാൻ, പാരൻസ്, പ്രത്യേകിച്ച് അച്ഛന്. അതുകൊണ്ട് അങ്ങോട്ട് പ്രണയിക്കാൻ ഒരിക്കലും ധൈര്യം വന്നിട്ടില്ല. അപ്പൊ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്? അന്നൊക്കെ കത്തൊക്കെ ആയിരുന്നല്ലോ. കത്ത് നമ്മളെ നോട്ട്ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അപ്പൊ അങ്ങനത്തെ 2 വരി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതി വെച്ച 2 വരി പറയൂ. എങ്ങിരുന്നാലും നിൻ ചുരുൾമുടി ഇടയ്ക്കുള്ളിൽ ഒരു മഞ്ഞു തുള്ളിയായി ഞാനിരിക്കും. എനിക്ക് വേല. അടിപൊളി. നല്ല രസമുണ്ടല്ലോ അല്ലേ. അപ്പൊ ടീച്ചറിന്റെ കല്യാണം അപ്പൊ എനിക്ക് ഊഹിക്കാം അറേഞ്ച്ഡ് ആയിരുന്നു കാണാം അല്ലേ. അതിനെന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? അതിനും സ്റ്റോറി ഉണ്ട്. എന്നാ പറയൂ. കാരണം എൻ്റേത് ലേറ്റ് മാരേജ് ആയിരുന്നു. എൻ്റേത് മാത്രമല്ല, ചേച്ചിയും ഏട്ടനൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം അച്ഛന് നിർബന്ധമായിരുന്നു ഒരു ജോലി വേണമെന്ന്. ജോലി ആയിട്ട് മാത്രമേ കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, സ്വന്തമായിട്ടൊരു കാലിൽ നിൽക്കാനുള്ളത് എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു തോന്നൽ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും അച്ഛൻ തന്നെയാണ് ഞങ്ങള്
ഞങ്ങളാക്കിയത് ശരിക്കും. അപ്പോൾ ഞാൻ അന്ന് പിന്നെ എനിക്ക് ആദ്യത്തെ ഒരുപാട് പ്രപ്പോസൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ മാനേജ്മെന്റ് സ്കൂളിൽ, അതായത് PKMM വർക്ക് ചെയ്യുന്ന കാലത്താണ് വിജയേട്ടന്റെ ഒരു ആലോചന വന്നത്. അപ്പൊ ഞാൻ വിജയൻ മാഷിന്റെ ഒരു ആലോചന വന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വരുത്തുക ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പൊ കണ്ടുപോയി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പരസ്പരം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അത് അവരായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ PSC അല്ലായിരുന്നു, എയ്ഡഡ് സ്കൂളിലായിരുന്നു. അപ്പൊ ഒരിക്കലും തന്നെ തലശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ. ജില്ല മാറി കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ അങ്ങോട്ടൊക്കെ സ്ഥലമാറ്റം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ പോയി. പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ സമയത്ത് എങ്ങനെയൊക്കെയോ തട്ടിത്തിരിഞ്ഞ് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് വീണ്ടും വന്നു. ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറിയിരുന്നു അപ്പോഴേക്കും. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. അപ്പൊ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഐഡിയാസ് ഉണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാവണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടായിരുന്നോ? എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാവണം, എനിക്ക് എൻ്റെ വഴികളിലൂടെ പോവാൻ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടി ആവണം, അത്ര മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അധികം മോഹത്തിനൊന്നും കുഴപ്പമില്ല. 100% സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ആ ഒരു സമയത്ത് നമ്മളിപ്പോ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളിപ്പോ ഒന്ന് ഓർക്കാൻ പറയുമല്ലോ നമ്മുടെ ഫുൾ ടീച്ചിങ് എക്സ്പീരിയൻസ്. അതിലേതെങ്കിലും ഒരു സ്റ്റോറി ഇങ്ങനെ നമ്മളിങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ആയിട്ട്, ഒരു രസകരമായ ഒരു കാര്യമായിരിക്കാം, പക്ഷെ എന്ത് ചെയ്തിട്ടും അങ്ങനെ നമുക്കിങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ എന്നാലും എനിക്ക് അങ്ങനെ ഓർക്കണ സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മള് ചിരിച്ചു പോകുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടീച്ചർ, പേര് ഞാൻ എടുത്ത് പറയണില്ല, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സേഫായിട്ടുള്ള സ്ഥലങ്ങളാവില്ല. കല്ലും മണ്ണൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ഓലഷെഡൊക്കെ ആയിരുന്നു എൻ്റെ തുടക്കമുള്ള ക്ലാസ്സിലൊക്കെ. അതായത് 92, 93 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള കുറേ ഷെഡിൽ നമ്മൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ബോർഡിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മാത്സ് ടീച്ചറാണ്. ടീച്ചർ ബോർഡിൽ അങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്, ചിരിയും കൂക്കിവിളികളും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 1-2 പേര് എഴുന്നേറ്റ് പോയി ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയ സമയത്ത് കുട്ടികൾ ഇങ്ങനെ ചെറിയ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയാണ്. ടീച്ചർ ഇങ്ങനെ ഒന്നും അറിയില്ല, ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ തല ബാക്ക് വശം മുടി കെട്ടിയ സ്ഥലത്തേക്കാണ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ വിളിച്ചത് എന്താന്ന് ചോദിച്ചു, എന്താ ഇങ്ങനത്തെ ഒരു ബഹളം എന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞൊരു ഉത്തരവാണ്, ടീച്ചർ മുടിയിലിട്ടത് പിന്നെ ടീച്ചറെ അതൊരു പച്ച പറങ്കിമാങ്ങയാണ്, അത് എറിഞ്ഞിട്ട് നാളത്തേക്ക് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോഴാണ് അതിന്റെ രസം ഓടിയത്. അന്ന് ഈ മുടിക്കിടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ കശുമാങ്ങയുടെ ഷേപ്പുള്ള ഒരു സാധനം, ആകൃതിയിലുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് അവർ എറിഞ്ഞു വെക്കാത്രേ. അപ്പൊ നാളെ ടീച്ചറെ ചുവപ്പിട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ അതൊരു നല്ല ഓർക്കണ സമയത്ത് തന്നെ ടീച്ചർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, ടീച്ചറിനെ രസിച്ചു. സത്യത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കുമ്പോ തന്നെ ഒരു ചിരി വരും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് റിട്ടയർമെന്റ് കാര്യങ്ങളിലോട്ട് വരാം. റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ഇൻ ലൈഫാണ്. അതിനെ കുറിച്ചൊന്ന് ടീച്ചർ പറയും. റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ഞാൻ റിട്ടയർ ആവുന്നതിന് 1-2 വർഷം മുമ്പ് തന്നെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യത്തില് കാത്തിരിക്കുകയായിരുന്നു മനസ്സ് അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ആരായാലും അങ്ങനെ തന്നെയാണ്, ഒരിക്കൽ കൊണ്ടുവരും. രാവിലെ എണീക്കുന്നതിൽ നിന്നൊരു ബ്രേക്ക് അല്ലേ. പ്രത്യേകിച്ച് ഞാനൊരു വികാരജീവിയാണ്, പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്ന സത്യത്തിൽ എങ്ങനെയായാലും ഞാൻ അവസാനത്തെ ഒപ്പിടുന്ന സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ തന്നെ 2-3 പേരുണ്ടായിരുന്നു. സ്വയം നമ്മൾ പറഞ്ഞ് ആശ്വസിക്കും. മാത്രമല്ല അവസാന കാലമായപ്പോഴേക്കൊക്കെ കുറെ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരൊക്കെ മുന്നിൽ വന്നു. പിന്നെ അപ്പൊ നമ്മള് കമ്പ്യൂട്ടറിന്റെ ഉപയോഗം, ഡിജിറ്റൽ ക്ലാസ് റൂമായി.
ആ സമയത്ത് ശരിക്കും നമ്മളെ കൊണ്ടൊന്നും ആവണില്ല എന്നുള്ള നമ്മൾ എത്തണില്ല എന്നുള്ള ഒരു തോന്നല് മനസ്സിൽ തോന്നി തുടങ്ങി. അപ്പൊ നമുക്ക് സത്യത്തില് അത് നമ്മളുടെ ഒരു പരാജയമാണെന്ന് തോന്നാൻ തുടങ്ങിയത് കൊണ്ടും കൂടി പിന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും പിന്നെ മാനസികമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരുപാട് ഓടിയല്ലോ, ഒരു റിലാക്സ് വേണമെന്ന് തോന്നി തുടങ്ങി. പക്ഷെ ആ ഫസ്റ്റ് ഡേ എണീറ്റ് പോണ്ട എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഡേയില് നമ്മളിങ്ങനെ കോറിഡോറിൽ നടക്കുമ്പോ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ടീച്ചറെ എന്നൊക്കെ ആ ഒരു വിളി, അതൊക്കെ ഒന്ന് കറക്റ്റ് സൈലൻസ് ആയി അല്ലെ? രാവിലെ എണീറ്റു, പിന്നെ എന്താ ആ ഒരു ധൃതി പിടിക്കല്, അങ്ങനെ എല്ലാം തീർത്ത് വെച്ചപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഒഴിഞ്ഞപ്പം ആക്ച്വലി ഒരു കാരണം സൺഡേസ് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന പോലെ അങ്ങനെ മാത്രമായിട്ടാണ് തോന്നിയത്? അതോ ശരിക്കും ഒരു ശൂന്യത ചെറുതായിട്ട് ഫീൽ ചെയ്തു? ആദ്യത്തെ ഒരു വർഷം എന്നൊക്കെ പറയാം. ശരിക്കും നമ്മളെ ജീവിതത്തിന്റെ ഒരു താളം തെറ്റത് തന്നെയാണ്. കാരണം രാവിലെ നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, ഇത്ര മണി വരെ ഇത്ര ഇന്ന പണികൾ ഉണ്ട്, നമ്മളത് ചെയ്തേ മതിയാവോ. പിന്നെ പോണം, പിന്നെ സ്കൂള് 4 മണിക്ക് വരുന്നു. ഒരു താളം ഉണ്ടായിരുന്നു ജീവിതത്തിൽ, ഒരു ചിട്ട ഉണ്ടായിരുന്നു. അതപ്പാടെ മാറുക ചെയ്യുക. അതപ്പാടെ നമുക്ക് ആ താളം തെറ്റുന്ന സമയത്ത് ശരിക്കും മാനസികമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അപ്പൊ അതിനെ മറുവശം ചിന്തിക്കും, ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിലാക്സ് ആയി നമുക്ക് യാത്ര പോവാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് വേണമെങ്കിലും പോവാം. അപ്പൊ അങ്ങനെ എന്താണ് എക്സ്ട്രാ ആയിട്ട് ചെയ്തത്? ഇപ്പം എന്തെങ്കിലും കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ആണോ, അതോ ഈ പറഞ്ഞ പോലെ പാട്ട് പെർസ്യൂ ചെയ്യാണോ? പാട്ട് പെർസ്യൂ ചെയ്തു. കുക്കിങ്ങിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഒരുപാട് വായിക്കാൻ പറ്റുന്നുണ്ട്. കുറേ ബുക്സ് വായിച്ചു, പിന്നെ ലൈബ്രറിയില് മെമ്പർഷിപ്പ് എടുത്തു, കുറെ ബുക്സ് സ്വന്തമായി വാങ്ങി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വായിക്കുന്ന ഒരാൾ എന്തായാലും എഴുതാതിരിക്കില്ലല്ലോ അല്ലെ? എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. അപ്പോ ആ ഒരു എന്താണ് എഴുതുന്നത്? കുഞ്ഞിക്കഥകളാണോ? കഥയല്ല, എനിക്ക് കവിതയോടാണ് ഇഷ്ടം. കവിത എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് എഴുതി വെക്കും. അതിൽ കവിത ഉണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞു. എന്റെ ആദ്യത്തെ ഒരു കവിത എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നത് അമ്മ അവസാനമായിട്ട് പിന്നെ കിടപ്പിലായി തീരെ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരേ റൂമിൽ അമ്മ ഒരു കട്ടിലിൽ കിടക്കും, ഒന്നുകിൽ ഞാൻ അടുത്ത് കിടക്കും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കട്ടിൽ കിടക്കും. അപ്പം അമ്മയ്ക്ക് രാത്രി ഉറക്കം കുറവാകും. അപ്പൊ അമ്മ കുറച്ച് എഴുന്നേറ്റിരിക്കും, വീണ്ടും കിടക്കും. അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. വാർദ്ധക്യത്തിന്റെ ഈ ഒരു അവസ്ഥ ഞാനിങ്ങനെ കാണുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു എഴുതിയ കവിതയാണ് പിന്നെ വാർദ്ധക്യം എന്നുള്ള ഒരു കവിതയാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ അങ്ങനെ ചെറുതായിട്ട് എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ സ്കൂളിൽ ചിലർക്കൊക്കെ കാണിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞു, ഇതിൽ എന്തൊക്കെയോ സംഗതികൾ ഉണ്ടല്ലോ ടീച്ചറെ, നമുക്കിത് ഒന്നാക്കിയിട്ടൊന്ന് പിന്നെ പ്രസിദ്ധീകരിച്ചൂടെ എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥ, എൻ്റെ ഒരു സാറിൻ്റെ അടുത്ത്, ശശിമാഷ് എന്ന് പറയും, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷ് കണക്കധ്യാപകനാണെങ്കിലും സാഹിത്യത്തിലെ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ആളാണ്. അപ്പൊ സാറിൻ്റെ അടുത്ത് കാണിച്ചു. സാറിൻ്റെ ഭാര്യ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ മാഷ് അത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞത് പിന്നെ നമുക്ക് കൊടുക്കണം, നമുക്കിത് കൊടുക്കണം, എങ്ങനെയെങ്കിലും ഇത് പുറത്ത് കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് ഞാൻ അപ്പോൾ എനിക്ക് തോന്നി, അപ്പൊ എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് ഒരു കോൺഫിഡൻസ് വന്നത് സത്യത്തിൽ അപ്പോഴാണ്. അങ്ങനെയാണ് ഈ മൗന സന്ദേശം എന്നുള്ള ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. മൗന സന്ദേശത്തിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കവിത എഴുതുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും ഇമോഷൻസ് ഭയങ്കര ഡെപ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും ഭയങ്കര നമ്മൾ ട്രാജഡി സ്ട്രൈക്ക് ചെയ്യും, അതങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു സ്ട്രൈക്ക് ചെയ്തതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായിരുന്നു? അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങി? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരായാലും ഉണ്ടാവും, മനുഷ്യരല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മരണമാണ്. അമ്മയുടെ മരണം എനിക്കത് ഇപ്പോഴും ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ണ് നിറയാതെ ഓർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ശരിക്കും ഞാൻ വല്ലാതെ സ്കൂളിലൊന്നും പോവാതെ
മാസങ്ങളോളം ഇരുന്നിട്ടുണ്ട്. ആണല്ലേ? അപ്പോഴൊക്കെ അങ്ങോട്ടേക്ക് അങ്ങ് വീണ്ടും എന്നെ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ടീച്ചേഴ്സ്. സത്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് വരും. ഞാൻ ഒരു മാസം ഞാൻ ലീവ് കൊളീഗ്സ്, പിന്നെ ഒരു മാസം ഞാൻ ശരിക്കും ലീവായിട്ട് തന്നെ എടുത്തു. പിന്നെ ലീവ് തീരുകയാണല്ലോ, പിന്നെ അവരിങ്ങനെ സ്കൂൾ വിട്ടാൽ വൈകുന്നേരം ഇങ്ങനെ വീട്ടിൽ വരാൻ തുടങ്ങി. ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, സ്കൂളിലേക്ക് വരണം. സപ്പോർട്ട്. അപ്പൊ ആ ഒരു ലൈഫ് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഒരു സാഡ് നിമിഷമായിരുന്നു. അതുപോലെ തന്നെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ് ടീച്ചറിന്റെ ലൈഫിൽ? ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം എൻ്റെ പുസ്തക പ്രകാശനം നടത്തിയ ദിവസമായിരുന്നു അല്ലേ? ഇപ്പൊ ഞാൻ ഓർക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസം അതായിട്ട് ഞാൻ കാണുകയാണ്. പുസ്തകമുണ്ടോ കയ്യില്? പുസ്തകമുണ്ട്, കയ്യിലുണ്ട്, ബുക്കുണ്ട്. കാണുന്നോ? യെസ്, ഇതാണ് ആ പുസ്തകം. ഓക്കെ. അപ്പോൾ ഈ ഒരു ബുക്കിനെ കുറിച്ച് നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് പറയാനാണെന്നാണെങ്കിൽ ഇതിലെ കവിതകൾ ഒക്കെ ബേസ് ചെയ്തേക്കുന്നത് എന്തായിരിക്കും? നമ്മളിപ്പോ ഇനി ടോപ്പിക് പറയുമല്ലോ, പ്രണയം, സ്നേഹം, അതാണോ അതോ എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ടോപ്പിക്? ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയ ഒരു ടോപ്പിക് എന്തായിരിക്കും? ഇതില് 46 കവിതകളാണ് ഇതിലുള്ളത്. കുഞ്ഞു കുഞ്ഞു കവിതകളാണ്, ചിലത് കുറച്ച് വലിയ കവിതകളുണ്ട്. അപ്പൊ ഇതില് മരണവും പ്രണയവുമാണ് കൂടുതൽ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ വിഷയമായിട്ട് വന്നിട്ടുള്ള മരണം തന്നെയാണ്. അതെന്തായിരുന്നു? എന്തുകൊണ്ടാണ് മരണത്തിനോട് ഇത്ര ഒരു ആകർഷണം അല്ലെ? എന്തായിരിക്കും? കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഈ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ലല്ലോ. കുഞ്ഞിങ്ങനെ ഒരു 3-4 ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയൊക്കെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ധാരണ അതിങ്ങനെ ശരീരം കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് അങ്ങനെയായിരുന്നു. ഒരു വിചിത്രമായിട്ടുള്ള ഒരു തോന്നലാണ്. അതാണ് അത് ടീച്ചറിന്റെ ഒരു ആ സമയത്ത് ആ പ്രായത്തിൽ മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവുന്നതാണ്. ആളെ കഷ്ണം മുറിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് മരണം എന്നാണ്. പിന്നെ അത് അങ്ങനെ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ്റെ ഒരു മരണം ഞാൻ കണ്ടു. അച്ഛൻ്റെ മരണമാണ് ആദ്യം കണ്ടത്. അപ്പൊ ഞാൻ അച്ഛൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണം. ഞാൻ വിചാരിച്ചോ ഇത് സിമ്പിളല്ലേ, ഇതെന്ത് ഒരാൾ ഉറങ്ങിക്കിടക്കല്ലേ, മരണം എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ എന്ന്. അപ്പൊ അന്നൊക്കെ അതിനെ വളരെ ഒരു സാധാരണ രീതിയിലെടുത്തു. പിന്നെ അതിനെ കൂടുതൽ അറിയും തോറും ഞാൻ ഒരുപാട് മരണങ്ങൾ കണ്ടു. കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ഒരുപാട് മരണങ്ങൾ, അച്ഛൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ ഒരുപാട് മരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ചിന്തിക്കും. ചിന്തിച്ച് അതിനെ കുറിച്ച് അങ്ങനെ എഴുതിപ്പോകും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഹാർട്ട് ടു ഹാർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, റാപ്പിഡ് ഫയർ എന്ന രീതിയിലല്ല, എന്നാലും ഒരു 10 ചോദ്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സ് തട്ടി കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടും, അതുപോലെ മനസ്സ് തട്ടി കുറച്ച് ഉത്തരങ്ങൾ ഇങ്ങോട്ടും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജ്യോതി ടീച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം എഴുതാനും ഇഷ്ടമാണ്, വായിക്കാനും ഇഷ്ടമാണ്. അതിലൊന്ന് ഇനി ചെയ്യാൻ പാടില്ല എന്ന് ജീവിതത്തിലൊരു സാഹചര്യം കൊണ്ടുവരികയാണെങ്കിൽ അതിലേതാണ് ഒഴിവാക്കുക? ഇത് രണ്ടും ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ചോദ്യം. ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യം ചോദിക്കൂ, എന്താണ് തോന്നുന്നത്? ഏതെങ്കിലും ഒന്ന് വിട്ടേ പറ്റൂ എന്ന് വരികയാണെങ്കിൽ ഏതാണ് വിടുക? ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഈസി ആയിട്ടല്ലേ ചോദിക്കാൻ വന്നത്. വായിക്കാതെ എഴുതാൻ പറ്റില്ല. യെസ്, അതൊരു പോയിന്റ് ആണ്. അത് ഞാൻ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാലും അപ്പോ വായന വിടണ്ട. ഞാൻ വായിക്കും മതി, അത് മതി. അങ്ങനെ ഒരു ചോയ്സ്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആവുമ്പോഴാണ് രസം. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും ഇഷ്ടമുള്ള ഓത്തറിന്റെ പേര്, പിന്നെ ആളെഴുതിയ ഏത് കൃതിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്തുകൊണ്ട്? ഞാനിപ്പോ കൂടുതലായിട്ട് വായിക്കുന്നത് KR മീരയുടെ ബുക്കാണ്. അല്ല, എന്താണ് ആകർഷിക്കുന്നത്? അതിൽ ആരാച്ചാർ എന്ന് പറഞ്ഞൊരു പുസ്തകം, ഒരു നോവലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത്. ഒരു പെൺകുട്ടി ഈ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കുന്നതാണ്. മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട്. ഓക്കെ. ഇനി 2 വരി ഒന്ന് പാടണം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടില്ലേ. അല്ല, ഏത് ഞാൻ എഴുതിയതാണോ? പാട്ട്. അപ്സരസുകൾ താഴെ
ചിത്രശലഭങ്ങളായി പുഷ്പങ്ങൾ തേടിയെത്തും കഥകൾ ചൊല്ലാം. പ്ലാവില പാത്രങ്ങളിൽ പാവയ്ക്കു പാൽ കുറുക്കും കൈകളായി വീണ്ടും എൻ്റെ അരികിൽ നിൽക്കൂ. ആ രാത്രി മാഞ്ഞു പോയി. അടിപൊളി, തകർത്തു. അപ്പൊ സിംഗിങ് ആക്ച്വലി ഇത് ശരിക്കും ഒരു കരിയർ ആക്കാമായിരുന്നു അല്ലേ? അപ്പോ ഇനി ചോദിക്കാനുള്ളത്, കുട്ടിക്കാലം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലോടി വരുന്നത് എന്ത്? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ യെസ്, കുട്ടിക്കാലത്തെ പറ്റി അത്ര നല്ല കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അയ്യോ അങ്ങനെ പറയില്ലേ. കുട്ടിക്കാലത്തെ പറ്റിയിട്ട് ഓർത്തിരിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നുമില്ല. വീട്ടിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് സിനിമ കാണാനൊന്നും പോവാറുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരു ചാൻസ് വർഷത്തിലൊരിക്കലാ, കൊല്ലത്തിലൊരിക്കലാ. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ രക്തമില്ലാത്ത മനുഷ്യൻ എന്നുള്ള ഒരു സിനിമ വന്നു. അപ്പൊ അന്ന് അതിന് പോവാൻ പറ്റിയ മാമൻ ലീവില് വരണം, അമ്മയുടെ ആങ്ങള. അപ്പൊ അച്ഛനോട് ഇങ്ങനെ ചോദിക്കാൻ, അത് അമ്മയുടെ മറ പറ്റിയിട്ടാ നിക്ക ഞങ്ങള്. ഡയറക്റ്റ് ആയിട്ട് അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കും, ഇവർ ഇന്നൊരു സിനിമയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ ചോദിച്ചത് അത് ഏതാ സിനിമ എന്ന്. അപ്പൊ പറഞ്ഞു രക്തമില്ലാത്ത മനുഷ്യനാണ് എന്ന്. പറഞ്ഞു രക്തമില്ലാത്ത മനുഷ്യരുണ്ടോ? അതോടുകൂടി അത് പോയി. അയ്യോ. ഇനി ഉള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഡേ, രാവിലെ മുതൽ വർക്ക് ചെയ്യാണ്. അതെന്താ കാര്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതെന്തും ആകാം. ഇമാജിനേഷൻ ഒരു പ്രശ്നമല്ല റൈറ്റർ ആയി നിങ്ങൾക്ക്. അപ്പോ അതില് അങ്ങനെ ഭയങ്കര ടയറിംഗ് ആയുള്ള ദിവസം എല്ലാം കഴിഞ്ഞ് അവസാനിച്ച് ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റായി, ടൈം കഴിഞ്ഞ് ഇനി നമ്മൾ വൈകിട്ട് ഒരു ചായ കുടിച്ചിട്ട്, ആ സമയത്ത് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഒന്ന് ഇരുന്നൊന്ന് വായിക്കുക. അല്ലാതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതിലേതാണ് ടീച്ചർ ചൂസ് ചെയ്യുക? രണ്ടാമത് പറഞ്ഞതാ അല്ലേ? അതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. അപ്പോ നമ്മള് ബേസിക്കലി ഇപ്പം ജ്യോതി ടീച്ചറിനെ പരിചയപ്പെട്ട് ഇപ്പൊ ഒരു ഇൻട്രോവേർട്ട് സ്റ്റൈലാണ് എന്ന് പറഞ്ഞാൽ പോലും ഇക്കാര്യം കൊണ്ട് അത് പ്രൂവ് ചെയ്തു അതല്ലാന്ന്. അപ്പോ ഇനി നമുക്ക് ചോദിക്കാനുള്ള നെക്സ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ലൈഫിൽ മുന്നിൽ നടന്ന ഒരു ഇൻസിഡന്റ് എനിക്കൊന്ന് തിരിച്ചു പോയി റിമൈൻഡ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ? എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നതാണോ ചോദിച്ചത്? ആഗ്രഹം അല്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പൊ നമ്മൾ റിഗ്രറ്റ് ചെയ്തു, ഇത് പശ്ചാത്തപിച്ചു, ഇതിപ്പം അത് അങ്ങനെ ഒന്ന് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് പോയി ഒന്ന് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും? അത് ഞാൻ ചിലപ്പോഴൊക്കെ ഈ പാട്ട് പാടുന്ന സമയത്തേ എനിക്കത് വേണ്ട പോലെ ആയില്ല എന്ന് തോന്നും. അപ്പൊ പിന്നെ ഞാൻ എന്തിനത് പാടി, എനിക്കത് പാടണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളില്. വേറൊരു പാട്ടെടുത്താൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ കുട്ടി റിഗ്രറ്റ്സ്, അപ്പൊ വലിയ കുഴപ്പമില്ല. ഓക്കെ. ഇനി ജീവിതത്തിൽ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ട ആളാണ് അല്ലെ ജ്യോതി ടീച്ചർ. മറക്കാൻ പറ്റാത്തൊരു സ്റ്റുഡന്റ്, അതെന്ത് കൊണ്ടെന്നും പറയണം കേട്ടോ. ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെയായാലും 10 പേരുണ്ട്. പക്ഷെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ ഇപ്പൊ മനസ്സിൽ ഓടി വരുന്ന ഒരാളുടെ കാര്യം. കുസൃതിയാണോ, കുസൃതി കുട്ടിയാണോ? ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുസൃതി കുട്ടികളാണ് അവർ ഏറ്റവും കൂടുതൽ ഓർക്കുക. ഞാൻ എന്റെ ഇടപെടൽ കൊണ്ട് ആ കുട്ടി മാറി എന്ന് ഒരു തോന്നല് വന്ന് ഒരു കുട്ടിയുടെ കാര്യം ഞാനിപ്പോ പറയുന്നത്. ഒരുപാട് പേരുണ്ട്. എന്താണ് കുട്ടിയുടെ ലൈഫിൽ ടീച്ചർ ഉണ്ടാക്കി ചേഞ്ച്? അവന് എന്ന് പറഞ്ഞാൽ അവൻ ആർക്കും പിടിച്ചാൽ കിട്ടൂല. നമ്മള് ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവനിങ്ങനെ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ബെഞ്ചിന് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ നിശബ്ദമായിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പൊ നമുക്കറിയാം അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് ആ കുട്ടിക്ക് എന്ന്. അപ്പൊ അവന് ആദ്യം 1-2 പ്രാവശ്യമൊക്കെ അവനെ വിളിച്ചു, പിന്നെ ഉപദേശിച്ചു. അപ്പൊ ആ സമയത്തൊക്കെ നല്ലതായിരിക്കും. നമ്മള് വേണ്ട രീതിയിൽ ശാസിക്കും. അപ്പോഴും അതൊക്കെ കേട്ട് അങ്ങനെ നിൽക്കും, കൈ കെട്ടി അങ്ങനെ നിൽക്കും ബാക്കില്. പിന്നെ എന്താ വെച്ചാല് പിന്നെ
ഞങ്ങൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ കുറച്ച് കുട്ടികളെ കുറച്ച് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. ദത്തെടുക്കുക, അഡോപ്ഷൻ അതിന് പറയാ. അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ കുസൃതി കുട്ടികളാവും മിക്കവാറും. അപ്പൊ എന്തോ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും അറിയില്ല, എനിക്ക് കിട്ടിയത് ഇവനെയാണ്. അപ്പൊ അവനുമായിട്ട് ഞാൻ കൂടുതൽ അടുത്തു. അപ്പൊ അവന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാനും വിജയേട്ടനും കൂടിയാണ് അവന്റെ വീട്ടിൽ 2-3 തവണ പോയി വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയാണ്. പിന്നെ ഉപ്പ മദ്യപിച്ച് വരുന്നതാണ്, ഉമ്മയെ തല്ലും, അവന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, അനിയന്മാരുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവന് വീട്ടിനുള്ളിൽ കിടന്നുറങ്ങൂല, പുറത്തെവിടെയെങ്കിലൊക്കെ കിടന്നുറങ്ങും. വല്ലാത്തൊരു സിറ്റുവേഷനാണ് വീട്ടില്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. ഇപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? അവന് ബിസിനസ്. അപ്പൊ ബിസിനസ് മതി. എവിടെ നിന്ന് കുട്ടിയല്ലേ, അച്ഛനും ചുറ്റും ഓടി നിന്ന കുട്ടി ഇപ്പൊ ബിസിനസ്സുകാരനാണ്. മതി. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെസ്റ്റ് അഡ്വൈസ് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നാണെന്നോ? അതും നല്ലതാണ്. അത് ഓർക്കുന്നുണ്ടോ? അഡ്വൈസ് എന്താണെന്നും കൂടെ ഓർക്കുന്നുണ്ടോ? അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? അച്ഛൻ തന്നെയാണ്. എന്തായിരുന്നു അഡ്വൈസ്? അച്ഛന് ലളിതമായ ജീവിതം. അച്ഛൻ എനിക്ക് കമ്മല് എനിക്കൊരു 7 വയസ്സായിട്ടൊക്കെയാണ് എൻ്റെ കാത് കുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ മറ്റുള്ള കുട്ടികളുടെ കമ്മല് ഇങ്ങനെ പിടിക്കുമായിരുന്നു അത്ര. അപ്പൊ അച്ഛനോട് അമ്മ അങ്ങനെ കാത് കുത്തണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് അച്ഛൻ പറയത്ര, എന്നാ ഒരു ഇരുമ്പിന്റെ ഒരു വള ഞാൻ ഉണ്ടാക്കി കൊടുക്കാം കാതിലേക്ക്. അച്ഛന് മെക്കാനിക്കായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ലളിതമായ ജീവിതം, ആർഭാടങ്ങളൊന്നും വല്ലാതെ വേണ്ട, അങ്ങനെ ലാളിത്യം. നല്ലൊരു അഡ്വൈസ് ആണ് അത്. ഓക്കെ, ഇനി സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബെസ്റ്റ് കോംപ്ലിമെന്റ് ടീച്ചറിന് എന്തായാലും? ദേഷ്യപ്പെടാൻ അറിയൂല. ദേഷ്യപ്പെടാത്ത ടീച്ചർ എന്നാ പറയാ. ദേഷ്യപ്പെടാനേ എനിക്കറിയില്ല കുട്ടികളെ. മതി. അതൊരു അടിപൊളി കോംപ്ലിമെന്റ് അല്ലേ? ഇപ്പോ നമ്മളൊരു ബുക്ക് കണ്ടു, ടീച്ചർ എഴുതിയതാണ്. അതായാലും അല്ലെങ്കിൽ വേറൊരു കവിതയായാലും അതിലെ 2 വരികൾ, ടീച്ചർ എഴുതിയ കവിത ടീച്ചർ തന്നെ ട്യൂൺ ചെയ്ത് 2 വരികൾ ഒന്ന് പാടിത്തരും. വാർദ്ധക്യാട്ടോ? ആയിക്കോട്ടെ. ജീവിതമെന്ന മഹാഗ്രന്ഥത്തിലെ അവസാന അധ്യായമാണ് വാർദ്ധക്യമെന്നും എത്ര വായിച്ചാലും തീരാത്ത, എങ്ങനെ കൂട്ടിയാലും പിഴയ്ക്കുന്ന വല്ലാത്തൊരു അത്ഭുത പ്രതിഭാസമാണതെന്നും പണ്ടെന്നെ ചൊല്ലി പഠിപ്പിച്ച മഹാനുഭാവനാം ഗുരുനാഥ, അങ്ങയെ നമിക്കുന്നു ഞാനിന്ന്. അടിപൊളി. അപ്പോ അത് വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരാണ്, ഹാർട്ട് ടു ഹാർട്ട് തീരാണ്. നമ്മളെ ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്ക് ജ്യോതി ടീച്ചറിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, എല്ലാം കണ്ട് ഒരു വലിയൊരു കാലഘട്ടം പഠിപ്പിച്ചു കഴിഞ്ഞു, റിട്ടയർ ചെയ്തു, ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനോട്, നമ്മുടെ വ്യൂവേഴ്സിൽ ആ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കണം, കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടി എന്ന് പറയുന്നത് പുഷിംഗ് ബൗണ്ടറീസ് ആണ്. അവർക്ക് എത്ര വരെ തള്ളി നീക്കാൻ പറ്റും, എത്ര വരെ ചൊറിയാൻ പറ്റും എന്ന് സത്യം പറഞ്ഞാൽ എല്ലാ പിള്ളേരും ട്രൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു ബൗണ്ടറി അങ്ങനെ ഒരുപാട് ഒരു കുട്ടി പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ചു പോകൂ എന്നാണ് ടീച്ചറിന് ഇപ്പൊ ടീച്ചേഴ്സിന് പറയാനുള്ളത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. രാജാസ് ഹൈസ്കൂൾ, കൊട്ടയ്ക്ക് രാജാസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. അവിടെ പഠിച്ചിരുന്നോ എന്ന് ഞാനൊന്ന് ആലോചിക്കുന്നു. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? പഴയ പോലെ അല്ല ഇപ്പൊ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം, ഫ്രണ്ട്ലി ആണ് ശരിക്കും. ഒരു തൊഴില് കൈയിട്ടിട്ടൊക്കെ പരസ്പരം നടക്കും, പലരുണ്ട്. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർ അധ്യാപകരെയും മനസ്സിലാക്കണം, കുട്ടികൾ അധ്യാപകരെയും മനസ്സിലാക്കണം, അധ്യാപകർ കുട്ടികളെയും. അതായത് ഒരു അധ്യാപകൻ ഇപ്പൊ ഇന്നൊരു ദിവസം ചൂടായി, ഇതുവരെ ചൂടാവാത്ത ഒരാള് പെട്ടെന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിനൊരു ആ ദിവസം ചിലപ്പോ ആ അധ്യാപകന് തന്നെ ഒരു വിഷമമുള്ള ഒരു ദിവസമായിരുന്നു കാണും എന്നുള്ള ഒന്ന് നിങ്ങൾ കുട്ടികളൊന്ന് ചിന്തിക്കൂ എന്നാണ് ഇപ്പോൾ ടീച്ചർ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക്
ചോദിക്കാനുള്ള ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ടീച്ചർ പഠിപ്പിച്ച കാലം തൊട്ട് ഈ ഒരു കാലം വരെ ഇപ്പോ ഭയങ്കര ഇൻക്രീസ് ആണ് സൂയിസൈഡ് റേറ്റ്സ് ഇൻ ചിൽഡ്രൻ അല്ലെ? അപ്പോ അതിനെന്തായിരിക്കും ടീച്ചറിന്റെ നിലപാട്? എന്തായിരിക്കും കാരണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി ചെയ്യാൻ പറ്റുക ഇതിനൊന്ന് പരിഹരിക്കാൻ എന്ന് ടീച്ചറിന് വല്ലതും പറയാനുണ്ടോ? ഞാനിപ്പോ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് 89-ലാണ്. 2021-ലാണ് റിട്ടയർമെന്റ്. അപ്പൊ ആദ്യത്തെ ആ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ വിദ്യാർത്ഥികളിലുള്ള ആത്മഹത്യ ആ പ്രവണത വളരെ കുറവാണ്. ഇപ്പൊ പക്ഷെ വിദ്യാർത്ഥികളിൽ മാത്രമല്ല, യുവാക്കളിലെല്ലാം തന്നെ പൊതുവെ ഇത് പിന്നെ കൂടിക്കൂടി വരികയാണ്. എനിക്ക് പറയാനുള്ള ഒന്നാമത് പിന്നെ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും അണുകുടുംബവും 2 പേരെ ഉണ്ടാവുള്ളൂ. മക്കള്, അച്ഛനമ്മമാർക്ക് മക്കളായിട്ട് മിക്കവാറും 2 പേര്. അപ്പൊ അവരെ വളരെ ലാളിച്ച് വളർത്തുകയാണ്. അവര് പറയണത് എന്തും അവര് വാങ്ങിക്കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് പിന്നെ ചില സംഗതികളൊക്കെ കിട്ടണില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർക്കത് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ഒരു മനസ്സ് ഇപ്പൊ ഇല്ല. പെട്ടെന്ന് കുട്ടികൾ തളരുകയാണ്. അപ്പൊ അവര് വേഗം ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മള് അമിതമായ ലാളന ഒരു കാരണമാണ് ശരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ അവര് സ്വാർത്ഥരാണ് കുട്ടികൾ. അവരെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരെ അത്രമാത്രം ആക്കിയിട്ടുള്ള രക്ഷിതാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പാരന്റ്സിന്റെ അവസ്ഥ എന്നുള്ളത് ആരും ചിന്തിക്കണില്ല. അവർ ആ ഒരു നിമിഷം അവരെ പറ്റി ചിന്തിക്കുന്നു, പോകുന്നു. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്ടാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ മിക്കവാറും ആത്മഹത്യയൊക്കെ കാണുന്നത് പെരുകി വരുന്നതിന്റെ ഒരു റീസൺ ഒന്ന് പ്രണയമാണ്. പ്രണയനൈരാശ്യാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പ്രണയം അല്ലല്ലോ. ഇപ്പൊ 4 ദിവസം കണ്ടവര് തമ്മിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ആകൃഷ്ടരാവും, പ്രണയിക്കും. അത് കുറച്ച് ദിവസം നിൽക്കും. പിന്നെ അത് വൈബ് പോരാന്ന് പറഞ്ഞ സമയത്ത് അടുത്ത വൈബ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതൊരു വൈബില്ലാതെ അപ്പൊ അടുത്ത ആളെ തേടി പോവും. അതും കഴിയുന്ന സമയത്ത് അതും പോരാന്ന് പറഞ്ഞ സമയത്ത് പ്രണയം എന്ന് പറഞ്ഞത് ശരിക്കും ഇങ്ങനെയൊന്നും അല്ല. അത് മധുരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് പരസ്പരം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം പ്രണയം. എന്നിട്ട് 2 കൂട്ടരും ജീവിക്കാനുള്ള ഒരു പാകതയിൽ എത്തണം. അപ്പോഴേ ആ പ്രണയത്തിന്റെ സാഫല്യം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ അവെയർ ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സംസാരിക്കാനുള്ള ധൈര്യം കൊടുക്കുക. പിന്നെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ലാളിക്കുന്നത് കൂട്ടുക, അതൊന്നും ഞാനതും പറയുന്നില്ല. പക്ഷെ എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ള ഒരു ധാരണ കുറച്ച് കുറയ്ക്കുന്നത് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു കാര്യം കിട്ടില്ല എന്ന് കുട്ടികൾ ഇപ്പോഴേ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സൂയിസൈഡ് പ്രവണത, അതായത് അവർക്ക് ഇപ്പം ഞാൻ കേട്ട കാര്യങ്ങളാണ്. 13 വയസ്സുകാരിക്ക് റിമോട്ട് കിട്ടിയില്ല, എങ്ങനെ എടുത്ത് ചാടുകയാണ്. റിമോട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അതുവരെ ആ കുട്ടി ആശിച്ചതും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തുകൊണ്ട് കുട്ടി ഇങ്ങനെ ജീവിച്ചു വന്നു അല്ലെ? പക്ഷെ അതൊരു മോശമായ കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഫെയിലിയർ പോലെ തന്നെ അവർ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സാധനം ചോദിച്ചാൽ അപ്പൊ തന്നെ അത് കിട്ടില്ല, അതിനോട് പൊരുത്തപ്പെടാൻ അവരത് പഠിക്കണം. എനിക്ക് തോന്നുന്നു അത് ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാൽ ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് സൂയിസൈഡ്സ് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചാറ്റ് ഭയങ്കര രസകരമായിരുന്നു. ടീച്ചർ നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ചെറിയൊരു സ്നേഹോപഹാരം തരാൻ ആഗ്രഹിക്കുന്നു. എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും എപ്പിസോഡ് ശരിയും അല്ലേ? അപ്പോൾ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാണ്. ഞാൻ PSC കിട്ടി ആദ്യമായിട്ട് ഒതുക്കുങ്ങൽ ഹൈസ്കൂളിൽ വന്ന ദിവസം ശരിക്കും ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ രജിസ്റ്ററാണ് എൻ്റെ കയ്യിൽ തന്നിട്ട് അവിടുത്തെ HM പറഞ്ഞു, ടീച്ചർ പോയിക്കോളൂ, ഇത് 10A ക്ലാസ് ആണ്, ഇതാണ് ടീച്ചറിന്റെ ചാർജ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇപ്പോഴും ഞാൻ അവനെ ഓർക്കുകയാണ്. ഞാൻ ആ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ മാതൃഭൂമിയിൽ ഒരു ചെറിയ ഒരു റൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയെ പിന്നെ ഞാൻ എൻ്റെ ഈ 32 വർഷത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല.
കാരണം അവൻ ക്ലാസ് ലീഡർ ആയിരുന്നു. ഓക്കെ. പേര് ഞാൻ പറയാം, വിനോദ് എന്നാണ് പേര്. നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ അന്നൊക്കെ ഭയങ്കര പിന്നെ കച്ചറയോ കുട്ടികളെ ഓടി നടക്കലോ, ഒരു ക്ലാസ്സിൽ ആളില്ലെങ്കിൽ. പക്ഷെ ഈ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്ലാസ്സിൽ ആ കൺട്രോൾ അവനങ്ങോട്ട് ഏറ്റെടുക്കും. പലരും വന്ന് നോക്കും, ക്ലാസ് നിശബ്ദമായിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ എന്താ അവസ്ഥ, ആളില്ല, ആ ടീച്ചർ ഇല്ലാത്തതാണല്ലോ, ആ പീരീഡ് ആളില്ലാത്തതാണല്ലോ എന്നൊക്കെ. പക്ഷെ അവൻ ആ ക്ലാസ്സിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് എന്നാൽ ആരെയും വെറുപ്പിക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി. പിന്നെ ഒരുപാട് പിന്നെ ആ പ്രായത്തിന്റെ പക്വതയിൽ അല്ലാതെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അവനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവൻ മനോരമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട്. സന്തോഷമാണ് ഓർക്കുന്ന സമയത്ത്. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, ഒരു ടീച്ചറിന്റെ ജീവിതം എന്നൊന്നും പറയണതൊന്നും ആയിട്ടില്ല ഇവിടെ. പിന്നെ അടിപൊളി എന്തെല്ലാം കാര്യങ്ങളാണ്. കുറച്ച് പരിമിതമായോണ്ട് നമുക്ക് ടൈം പരിമിതമാണ്. അതുകൊണ്ട് ഇതിലെ ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇതുപോലൊരു ഉപഹാരം തന്നതിനും നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. പറയുന്നത് കട്ട് എവിടെയാണ്, എന്താ അല്ല അത് പറഞ്ഞില്ലല്ലോ. അടിപൊളി. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അതുപോലെ അല്ല, അപ്പൊ മറ്റേത് പറയണ്ടേ?